കല്യാണപ്പല്ലക്ക്. ബാലയും നിധിയും മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ തലേണയിൽ മുഖം പൂഴ്ത്തി കമിഴ്ന്ന് കിടക്കുകയായിരുന്നു ഗായത്രി. ഇടയ്ക്കിടയ്ക്ക് വെട്ടിവിരിക്കുന്ന പോലെ അനങ്ങുന്ന അവളുടെ ഉടലിൽ നിന്നും അവർക്ക് മനസ്സിലായി അവൾ വിങ്ങി പൊട്ടി കരയുകയാണെന്ന്. ബാലയും നിധിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ശേഷം പതിയെ ഗായത്രിക്ക് അടുത്തേക്ക് ചെന്നിരുന്നു. മെല്ലെ അവളുടെ ശിരസിൽ തലോടി. ഗായു, എന്തിനാ മോളെ നീ കരയുന്നത്? നിനക്ക് താല്പര്യമില്ലായിരുന്നെങ്കിൽ നീ എന്തിനാ എന്നെ സംബന്ധിച്ചേ? നിധിയുടെ ആ ചോദ്യത്തിന് ഗായത്രി പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല. അവൾ അതേ കിടപ്പ് തുടർന്നു. ബാല ഗായത്രിയെ ബലമായി അവർക്ക് അഭിമുഖമായി തിരിച്ചു കിടത്തി. നീതി ചോദിച്ചത് ശരിയല്ലേ ഗായു? ഗംഗീച്ചയെ മനസ്സിൽ കൊണ്ടു നടന്ന ഒരാൾക്ക് വേണ്ടി അയാളുടെ താലിക്ക് മുമ്പിൽ തലകുനിക്കാൻ നീ എന്തിനാ തയ്യാറാകുന്നേ? സത്യം പറഞ്ഞാൽ ഇവർ ചോദിച്ച ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഗായത്രിയുടെ പക്കലുമില്ലായിരുന്നു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. മുന്നും പിന്നും ചിന്തിക്കാതെ അച്ഛൻ മറ്റാരുടെയും മുമ്പിൽ തല കുനിക്കരുത് എന്നൊരൊറ്റ ചിന്ത മാത്രം മനസ്സിൽ കൊണ്ടുവന്നാണ് മഹേഷിന്റെ വീട്ടുകാർ വിവാഹത്തെപ്പറ്റി പറഞ്ഞപ്പോൾ കേട്ട മാത്രമേ തന്നെ സമ്മതം മൂളിയത്. ഇപ്പൊ ഗായത്രിക്കും തോന്നുന്നുണ്ട് അതിത്തിരി കടന്ന കൈയായി പോയോ എന്ന്. കാര്യം മറ്റൊന്നുമല്ല, ഇത്രയും നാൾ ചേച്ചിയെ സ്വപ്നം കണ്ട് നടന്നയാൾ അയാൾക്ക് കാര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള ഒരു സാവകാശം പോലും കൊടുക്കാതെ വിവാഹം ആലോചിച്ച പെണ്ണിന്റെ അനിയത്തി ഭാര്യാസ്ഥാനത്തേക്ക് ചെല്ലുകയെന്ന് പറഞ്ഞാൽ ഓരോന്നോർക്കവേ ഗായത്രിക്ക് തല പെരുത്തു. അവൾ നിധിയുടെയും ബാലയുടെയും കൈ രണ്ടും കൂട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ച് ആർത്താർത്ത് കരഞ്ഞു. അവൾക്കൊപ്പം കൂടെ കരഞ്ഞുപോയി നിധി. ബാല പക്ഷെ അപ്പോഴും മനസ്സ് കല്ലാക്കിയിരുന്നു. ശേഷം അവൾ പതിയെ പറഞ്ഞു തുടങ്ങി. തൽക്കാലം സംഭവിച്ചതെല്ലാം നല്ലതിനാണെന്ന് കരുതിയാൽ മതിയായും. ചിലപ്പോൾ ആ ചേട്ടനെ വിധിച്ചത് നിനക്കായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും വലിച്ചന്റെ ഫേവറേറ്റ് സ്റ്റുഡൻ്റ് അല്ലേ, ആളൊരിക്കലും മോശമാകില്ല. അതുകൊണ്ട് നിനക്ക് അക്കാര്യത്തിലുള്ള പേടിയൊന്നും വേണ്ട. പിന്നെ അവരുടെ വീട്ടുകാർ, അവരൊക്കെ നല്ല ആളുകളല്ലേ. കല്യാണം നടക്കാനിടയായ സാഹചര്യം ഇതായതുകൊണ്ട് എല്ലാ കാര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു വരാൻ നിനക്കല്പം സമയം വേണ്ടി വരും. പിന്നീട് ബാക്കി പറയാനാവാതെ നിർത്തിക്കളഞ്ഞ ബാല. ഗായുവും നിധിയും ഒരുപോലെ ബാലയുടെ മുഖത്തേക്ക് നോക്കി. അവൾ മുഖം കുനിച്ചു കളഞ്ഞു. ഗായു, നീ അറിഞ്ഞില്ലല്ലോ? ഞങ്ങൾ വീട്ടിലായിരുന്നപ്പോ ഒരു പോലീസുകാരൻ അച്ഛനെ വിളിച്ചു. മറ്റൊന്നിനുമല്ല, ഗംഗച്ചേച്ചിയും കൂടൊരു പയ്യനെയും അവർ മൂന്നാർ വെച്ച് കണ്ടെത്രേ. അങ്ങനെ ആൾ അത് തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാൻ വിളിച്ചതാ. പോലീസുകാർ ചോദിച്ചപ്പോ ചേച്ചി സത്യങ്ങളെല്ലാം പറഞ്ഞത്രേ. അവരുടെ വിവാഹം കഴിഞ്ഞു. രണ്ടും കൂടി കറങ്ങാൻ പോയതാ മൂന്നാറിന്. പെട്ടെന്ന് നിധിയുടെ വായിൽ നിന്നും വീണ വാക്കുകൾ കേട്ട് ഗായത്രി വല്ലാത്ത ദേഷ്യം നിറച്ചു. വലിഞ്ഞു മുറുക്കിയ മുഖവുമായി ഗായത്രി കുനിഞ്ഞിരുന്നു. ബാല നിധിയെ കൂർപ്പിച്ചു നോക്കി. ബാല ഇതിനെ എന്നെ നോക്കി പേടിപ്പിക്കുന്നേ? എപ്പോഴാണെങ്കിലും ഈ സത്യങ്ങളൊക്കെ ഗായു അറിയണ്ടേ? മറ്റൊന്നും ചിന്തിക്കാതെ നിധി പറഞ്ഞു. ബാല പിന്നീട് കൂടുതലൊന്നും അവളോട് പറയാൻ പോയില്ല. പതിയെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവർ ഗായത്രിയൊന്ന് ഓക്കെ ആക്കി താഴേക്ക് കൊണ്ടുവന്നു. താഴെ ശ്യാമളയും വേണുമാഷും ഷാജിയും ജയന്തിയും പിന്നെ അവരുടെ കുറച്ച് ബന്ധുക്കളും ഉണ്ട്. ചേട്ടാ, ഗായത്രിക്ക് നാളെ വിവാഹത്തിനിടാൻ ആവശ്യമായ വസ്ത്രങ്ങളും മറ്റും മേടിക്കണ്ടേ? ഷാജി ഇത് ചോദിക്കുമ്പോഴാണ് എല്ലാവരും ആ കാര്യത്തെപ്പറ്റി ഓർത്തത്. സ്ഥലം വിറ്റ് കിട്ടിയതിൽ നിന്ന് കുറച്ച് പണം വേണുമാഷ് മാറ്റിയിട്ടുണ്ടായിരുന്നു, കല്യാണ ചെലവുകൾക്കും മറ്റുമായിട്ട്. അതല്ലാതെ മാഷിന് മറ്റു നീക്കിയിരിപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനെന്താ ഷാജി, നമുക്ക് കൈയോടെ പോകാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ബ്ലൗസ് തുന്നിത്തരുന്ന എവിടെയെങ്കിലും കൊടുക്കാം. അതുപോരെ? താഴേക്ക് ഇറങ്ങി വരുന്ന ഗായത്രിയെ നോക്കി വെപ്രാളത്തോടെ മാഷ് ചോദിച്ചു. കസേരയിലിരുന്ന മാഷ് ധൃതിയിൽ എഴുന്നേറ്റപ്പോൾ ബീച്ച് വീഴാൻ പോയതും ഗായത്രി പെട്ടെന്ന് മാഷിന്റെ അടുത്തു നിന്ന് അയാളെ ചേർത്ത് പിടിച്ചു. അച്ഛനിത് എന്തൊക്കെയായി കാണിക്കുന്നേ? അവിടെ സമാധാനത്തോടെ ഇരുന്നേ. തൽക്കാലം അതോർത്ത് വെപ്രാളപ്പെടണ്ട. ഞാൻ ചേച്ചിയുടെ കല്യാണത്തിന് കൊടുക്കാൻ വേണ്ടി ഒരു ബനാറസി സാരി വാങ്ങിയിരുന്നില്ലേ, അത് മതി. അതിൻ്റെ ബ്ലൗസൊക്കെ ഞാൻ തുന്നി വെച്ചിട്ടുണ്ട്. ഗായത്രി അത് പറഞ്ഞതും മാഷ് അവളുടെ ആ മറുപടി അത്ര തൃപ്തികരമല്ലാത്ത പോലെ വിലങ്ങനെ തലയാട്ടി. വേണ്ട മോളെ, വിവാഹം കഴിച്ചു പോകുമ്പോൾ എൻ്റെ മോള് നല്ലൊരു സാരി പോലും ഉടുക്കാതെ. മാഷി വിഷമത്തോടെ തല കുനിച്ചുകൊണ്ട് ചോദിച്ചു. നോക്ക്, എൻ്റെ അച്ഛൻ്റെ തല
കുനിഞ്ഞിരിക്കുന്നത് എനിക്കത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അച്ഛൻ എപ്പോഴും എല്ലാവരുടെയും മുമ്പിൽ തല ഉയർത്തി പിടിച്ചുകൊണ്ട് നിൽക്കാൻ. മാഷിന്റെ മുഖമുയർത്തി ആ കവിളിലേക്ക് ചുണ്ടു ചേർത്തുകൊണ്ട് ഗായു പറഞ്ഞപ്പോ ശ്യാമളയ്ക്ക് കണ്ണീർ വന്നു പോയി. അവർ സാരി തലപ്പ് കൊണ്ട് വാപ്പൊത്തി നിശബ്ദം കരഞ്ഞു. നിങ്ങളെല്ലാരും എന്തിനാ കരയുന്നേ? നിങ്ങൾ ഇങ്ങനെ കരഞ്ഞ എനിക്ക് സങ്കടാകും. ചെറിയൊരു കുട്ടിയുടെ പരിഭവത്തോടെ ഗായത്രി പറഞ്ഞത്. ശ്യാമള പെട്ടെന്ന് തന്നെ കണ്ണു തുടച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് വന്നു. ജയന്തിയും ഷാജിയും അവിടെ കൂടിയ മറ്റു ബന്ധുക്കളും പുഞ്ചിരിയോടെ അവരെ നോക്കി നിന്നു. അങ്ങനെ ആ കാര്യത്തിന് ഒരു തീരുമാനമായി. സന്ധ്യയായപ്പോ ശ്രീബാല എവിടെ നിന്നോ ഒരു മൈലാഞ്ചിയുമായി വന്നു. ഗായു, വാ ഇവിടെ വന്നിരിക്കെ, കുറച്ച് മൈലാഞ്ചി ഇടാം. അമ്മ പാവാണോ നോക്കാലോ. മൈലാഞ്ചി നല്ലപോലെ ചുവന്നാൽ അമ്മായിയമ്മ പാവമാണെന്നാണ് അവരുടെ പറച്ചില്. മൈലാഞ്ചി ഒന്നും വേണ്ട ബാലേ. ഗായത്രി അവൾക്ക് പിടികൊടുക്കാതെ മുന്നോട്ട് നടക്കാൻ പോയതു. നിധിയും ബാലയും ചേർന്ന് അവളെ പിടിച്ച് അവിടെ ഇരുത്തി. ഇരിക്കു പെണ്ണേ, നോക്കട്ടെ. മൈലാഞ്ചി നന്നായി ചോക്കോ ഇല്ലയോ നോക്കാം. എനിക്ക് തോന്നുന്നു മഹേഷ് ഏട്ടന്റെ അമ്മയൊരു പാവമാണെന്ന്. മനസ്സിൽ തോന്നിയ ഒരു തോന്നൽ അതുപോലെ നിധി പറഞ്ഞു. അപ്പോഴേക്കും ബാല അവളുടെ കയ്യിലേക്ക് ഭംഗിയായി മൈലാഞ്ചി വരച്ചു തുടങ്ങി. പിന്നെ കൈയനക്കാതെ ഗായത്രിയും അവർക്കൊപ്പം ഇരുന്നു കൊടുത്തു. ബാല നന്നായി ചിത്രം വരയ്ക്കും. അതുപോലെ തന്നെ ഭംഗിയായി അവൾ ഗായത്രിയുടെ ഇരു കൈയിലും മൈലാഞ്ചി ഇട്ടുകൊടുത്തു. അതേസമയം മൂന്നാറിലെ കൊടും തണുപ്പിൽ ഇനിയും മതിയാവാതെ പരസ്പരം ഒന്നായി തീർന്നുകൊണ്ടിരിക്കുകയാണ് ഗംഗയും രാഹുലും. 2 വർഷമായുള്ള ഗംഗയുടെ പ്രണയമാണ് രാഹുൽ. അവന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഒരിക്കൽ ഇൻസ്റ്റാഗ്രാമിൽ കൂടിയാണ് ഗംഗ രാഹുലിനെ പരിചയപ്പെടുന്നത്. പിന്നെ പതിയെ പതിയെ സൗഹൃദം വളർന്ന് പ്രേമത്തിലേക്കെത്തി. അങ്ങനെ ഇരിക്കെയാണ് ഗംഗയ്ക്ക് മഹേഷിന്റെ വിവാഹാലോചന വരുന്നത്. സത്യം പറഞ്ഞാൽ രാഹുലിന്റെ ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോസും റീൽസും ഒക്കെ കണ്ടിട്ടാണ് ഗംഗയ്ക്ക് അവനോട് പ്രേമം തുടങ്ങിയത്. ഓരോ ദിവസവും വില കൂടിയ ബൈക്കുകളിൽ ഓരോരോ സ്ഥലങ്ങൾ ചുറ്റിക്കറങ്ങി നടക്കുന്നവന് അവളുടെ മനസ്സിൽ കയറിപ്പറ്റാൻ അധികം നേരം വേണ്ടി വന്നില്ല. പോരാത്തതിന് 100K ഫോളോവേഴ്സ് ഉള്ള അവന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. അതീവ സന്തോഷത്തിലായിരുന്നു ഗംഗ. അവൾ ഒരിക്കൽ പോലും തന്റെ വീട്ടുകാരെ പറ്റിയോ താൻ മൂലം അവരനുഭവിക്കേണ്ടി വരുന്ന നാണക്കേടിനെ പറ്റിയോ ഒന്നും ചിന്തിച്ചതേയില്ല. സ്വന്തം സുഖവും സന്തോഷവും മാത്രമായിരുന്നു അവളുടെ മുമ്പിൽ. മതിയേട്ടായി. ഇനിയും അവളിലേക്ക് ആഴ്ന്നിറങ്ങാൻ തുടങ്ങിയവനെ വല്ലാത്തൊരു മടുപ്പോടെ ഗംഗ തള്ളി മാറ്റി. ഇതിപ്പോ എത്രാമത്തെ തവണയാണെന്നറിയാമോ? അവൾ കൃത്രിമ പരിഭവത്തോടെ അവനോട് ചോദിച്ചു. മാത്രമല്ല, നമ്മളിത് എത്ര ദിവസമായി? എത്ര ദിവസൂടെ കഴിയും? എന്റെ കയ്യിലെ പണം തീരും. ഗംഗ ആലോചനയോടെ പറഞ്ഞു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ മുഴുവൻ പണവും എടുക്കണമെന്ന്? രാഹുൽ ഗംഗയോട് ചോദിച്ചു. ഞാൻ അവിടെയുള്ളത് മുഴുവൻ എടുത്തു. ബാക്കിയൊക്കെ അച്ഛൻ ബാങ്കിലിട്ടിരിക്കുമായിരുന്നു. അവളുടെ ആ മറുപടിയിൽ രാഹുലിന്റെ മുഖം ചുളിഞ്ഞു. ഛേ, ആ പോട്ടെ, സ്വർണ്ണമുണ്ടല്ലോ എന്തായാലും. അവൻ ഗംഗയുടെ ബാഗിലിരിക്കുന്ന സ്വർണത്തെപ്പറ്റി ഓർമ്മ വന്നതും വല്ലാത്തൊരു ആവേശത്തോടെ പറഞ്ഞു. അതെ, എന്റെ സ്വർണമൊന്നും അങ്ങനെ വെറുതെ വിറ്റ് നശിപ്പിക്കാൻ തരത്തില്ല കേട്ടോ. ഇത് വെച്ച് നമുക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം. എന്നിട്ട് ഏട്ടായി വലിയൊരു ബിസിനസ്മാൻ ആവണം. എന്നിട്ട് വേണം നമുക്ക് എല്ലാവരുടെയും മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ. എങ്കിലേ ഭാവിയിൽ എന്റെ വീട്ടുകാർ നമ്മളെ അംഗീകരിക്കൂ. ഗംഗ പലതരം ആലോചനകളെ മുഴുകിക്കൊണ്ട് പറഞ്ഞതും രാഹുൽ ഒരു പുച്ഛത്തോടെ അവളെ നോക്കി. അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. അതിനൊക്കെ സമയമുണ്ടല്ലോ. തൽക്കാലം നീ ഇവിടെ അടങ്ങിക്കിടക്ക്. അതും പറഞ്ഞുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ തുടങ്ങിയവളെ രാഹുൽ വീണ്ടും ബെഡിലേക്ക് ചേർത്ത് വെച്ചു. അതെ, നമുക്ക് വീട്ടിലേക്ക് പോകണ്ടേ? 2-3 ദിവസമായില്ലേ നമ്മൾ ഈ ഹോട്ടൽ മുറിയിൽ തന്നെ താമസിക്കാൻ തുടങ്ങിയിട്ട്? അതിനെന്താ, നമുക്ക് നാളെ തന്നെ പോകാം. രാഹുൽ അവളുടെ കാതോരം മുഴിഞ്ഞു. അവരുടെ കളിച്ചിരികളും കുറുകലും കൊണ്ട് ആ മുറി നിറഞ്ഞു. അതേസമയം ഗായത്രി നാളെ നടക്കാൻ പോകുന്ന അവളുടെ വിവാഹക്കാര്യം ഓർത്ത് യാതൊരു എത്തുംപിടിയുമില്ലാണ്ട് തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അവൾക്ക് വല്ലാത്ത പരവശവും വെപ്രാളവും തോന്നി. കുറച്ച് വെള്ളം കുടിക്കാനായി ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ തുടങ്ങിയ സമയമാണ് നിധിയുടെ കൈയും കാലും ബാലയുടെ കൈയും തന്റെ മുകളിലാണെന്ന് മനസ്സിലായത്. ഇന്നലെ വീട്ടിൽ പോയി കിടക്കാൻ പറഞ്ഞിട്ട് പറ്റില്ല എന്ന് വാശി പിടിച്ച് തനിക്കൊപ്പം കയറി കിടന്നാണ് രണ്ടും. തുറന്നിട്ട ജനലിലൂടെ മുറിയിലേക്ക് പരന്നൊഴുകിയ നിലാവെളിച്ചത്തിൽ
അവർ രണ്ടുപേരുടെയും മുഖം വ്യക്തമായി കണ്ടു ഗായു. ഓർമ്മ വെച്ച നാൾ മുതലുള്ള കൂട്ടാണ് 3 പേരും തമ്മിൽ. എന്തിനും ഏതിനും ഒരുമിച്ചേ നിന്നിട്ടുള്ളൂ. അവർക്കൊപ്പമുള്ള മധുരം നിറഞ്ഞ ഓർമ്മകൾ ഗായുവിന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയതും അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞുപോയി. തുടരും.